എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗമാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. മലാല യൂസഫ്സായ് സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമാണ് മലാല യൂസഫ്സായ്. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സക്രിയതയുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത്. സ്വാത്ത് താഴ്വരയിൽ താലിബാൻ നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് 2009 11 വയസ്സുള്ളപ്പോൾ BBC-ക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് അവളെ ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പിന്നീട് പല പുരസ്കാരങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലാല പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടി. മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2012 ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. 2015 ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഇതാണ്: മീ ടു മലാല. 2012 ഒക്ടോബർ 9 നടന്ന ഒരു വധശ്രമത്തിൽ മലാലയുടെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായ പരിക്കേറ്റു. സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ സ്ഥിതി ക്രമേണ ഭേദപ്പെട്ടു. വധശ്രമത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത താലിബാൻ വക്താവ് മലാലയെ അശ്ലീലതയുടെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട പുതിയൊരു അധ്യായം എന്ന് വിശേഷിപ്പിച്ചു. പാകിസ്ഥാനിലെ 50 ഇസ്ലാമിക പുരോഹിതന്മാർ മലാലയെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു ഫത്വ ഇറക്കി. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹയാണ് മലാല. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ആശയം: ഡോക്ടർ ശുഭ വിവർത്തനം ചെയ്ത മലാല താഴ്വരയിലെ ഗുൽമാക്കായി എന്ന പുസ്തകത്തിലെ മലാല യൂസഫ്സായിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവൾ പറയുന്നു: ഈ മലാല ദിനം എൻ്റെ ദിനമല്ല, ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിനമാണെന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കാനായി പോരാടുന്ന അനേകം പേരിൽ ഒരാൾ മാത്രമാണ് താൻ എന്നു പറയുന്നു. താൻ സംസാരിക്കുന്നത് തന്നെ പോലെ ആക്രമിക്കപ്പെട്ട് അതിനെതിരെ സംസാരിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ തൻ്റെ തലയിലേക്ക് വെടിയുതിർക്കുകയും അവളുടെ കൂട്ടുകാരെ വെടിവെക്കുകയും ചെയ്തു. എന്നാൽ താലിബാന്റെ ഈ ക്രൂരതയിലൂടെ 1000 ശബ്ദങ്ങളാണ് അവർക്കെതിരെ ഉയർന്നു വന്നത്. വെടിയുണ്ടകൾ കൊണ്ട് തൻ്റെ ലക്ഷ്യത്തെയും സ്വപ്നങ്ങളെയും തകർക്കാം എന്ന് അവർ കരുതിയെങ്കിൽ തെറ്റി. തനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നും പറയുന്നു. ലോകത്തെ നയിക്കുന്നവരോട് അവരുടെ മുൻഗണനകൾക്ക് മാറ്റം വരുത്താനും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അവരുടെ നയങ്ങൾ മാറ്റാനും അവൾ പറയുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകാനും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസവും തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കാനും തുല്യ അവസരവും തുല്യനീതിയും ഉറപ്പുവരുത്താനും പറയുന്നു. സ്വന്തം വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കണം. ഒരുമിച്ചുള്ള ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നു. വിശകലനം: സ്വന്തം ആത്മവിശ്വാസവും പരിശ്രമവും കൊണ്ട് ലോകത്തിനു മുൻപിൽ മാതൃകയായി മാറിയ പെൺകുട്ടി. അവളുടെ ആത്മധൈര്യത്തിനെ ലോകം ഓർമ്മിക്കാൻ വേണ്ടി ജൂലൈ 12 ലോകമെമ്പാടും മലാല ദിനം എന്ന പേരിൽ ആചരിക്കുന്നു. അങ്ങനെ സ്വന്തം പേരിൽ ഒരു ദിനം ആചരിക്കുന്ന വേളയിൽ മലാല അത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ദിനമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നിഷേധിക്കപ്പെട്ട് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ജനങ്ങളുടെ പ്രതിനിധിയായാണ് അവൾ തന്നെ കാണുന്നത്. അതുകൊണ്ടുതന്നെ ലോകത്തെ നയിക്കുന്നവരോട് അവരുടെ മുൻഗണനകളെ മാറ്റി നിർണ്ണയിക്കാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകാനും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാനും തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കാനും തുല്യ അവസരവും തുല്യനീതിയും നടപ്പാക്കാനും ആവശ്യപ്പെടുന്നു. ഓരോ മലാല ദിനവും മാറ്റത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം സ്വന്തം വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കാനും. ഒരുമിച്ചു നിന്നാൽ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് അവകാശങ്ങൾക്കായി പോരാടാനുള്ള ഊർജവും ജനങ്ങൾക്ക് നൽകുന്നു.
ഏതു വെല്ലുവിളികളെയും മുന്നേറാനുള്ള ആയുധമാക്കി മാറ്റുന്ന വിദ്യയെക്കുറിച്ചും തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ പറയുന്നുണ്ട്. 2012 ഒക്ടോബർ 9 താലിബാൻ സൈന്യം അവൾക്ക് നേരെ വെടിയുതിർത്തപ്പോൾ അവൾ എന്നേക്കുമായി ഇല്ലാതാകുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ സ്വന്തം വേദനകളെ മുന്നേറാനുള്ള ശക്തിയാക്കി മാറ്റുകയാണ് മലാല ചെയ്തത്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ശക്തിയാക്കി മാറ്റി. ആയുധങ്ങൾക്കോ അടിച്ചമർത്തലുകൾക്കോ മനുഷ്യൻ്റെ പോരാടാനുള്ള വീര്യത്തെ തകർക്കാനാവില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മലാല. എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ജീവൻ ത്യജിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ പോലും പോരാടുക തന്നെ വേണം എന്നത് തൻ്റെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ് മലാല ചെയ്യുന്നത്. ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും യൂറോപ്യൻ ശക്തികൾക്കെതിരായി നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയതിൻ്റെ ഫലമാണ്. ഇവിടെ മലാലയും ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് പറയുന്നത്. ലോകത്താകെ സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നിലവിൽ വരാനായി പ്രയത്നിക്കുന്ന മലാല സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകുന്നുണ്ട്. കാരണം വളർന്നു വരുന്ന കുട്ടികളിലാണ് ലോകത്തിൻ്റെ ഭാവി. അവർക്ക് നല്ല സമത്വത്തോടെയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു രാജ്യം എപ്പോഴും മുൻഗണന നൽകേണ്ട ഒന്നാണ്. എന്നാൽ പലപ്പോഴും പണത്തിൻ്റെ അളവിനനുസരിച്ചാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത്. പണമുള്ളവർക്കേ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ സാധിക്കാറുള്ളൂ. സ്ത്രീകളാകട്ടെ കാലം എത്ര മുന്നോട്ടു പോയാലും എല്ലാ മേഖലകളിലും അസമത്വം നേരിടേണ്ടി വരുന്നവരാണ്. വീട്ടുജോലികൾ ചെയ്യുന്നതും മക്കളെ വളർത്തുന്നതും മാത്രമാണ് കാലങ്ങളായി സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള പണി. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ മിക്ക കുടുംബങ്ങളും പിന്നോട്ടാണ്. നന്നായി പഠിക്കുന്ന മകളെ വീട്ടിലിരുത്തി ഒട്ടും പഠിക്കാത്ത മകനെ ലക്ഷങ്ങൾ കടം വാങ്ങി പഠിപ്പിക്കുന്നവരാണ് പല രക്ഷിതാക്കളും. പക്ഷേ ഒരു സ്ത്രീ വിദ്യാസമ്പന്നയാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. ജാതി, മത, വർണ്ണ, ലിംഗവിവേചനത്തെയും തീവ്രവാദത്തെയും അക്രമത്തെയും അവൾ എതിർക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്നവയാണ് ഇത്തരം വിവേചനങ്ങളും തീവ്രവാദവും. തീവ്രവാദത്തിൻ്റെ ചെകുത്താൻ മുഖം നേരിൽ കണ്ടവളാണ് മലാല. അതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ അസമത്വങ്ങളെയും ഇല്ലാതാക്കി സമാധാനം നിലനിർത്താനും വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുമാണ് ലോകത്തെ എല്ലാ ഭരണാധികാരികളോടുമായി പറയുന്നത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകി തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരായി വളർത്താനാണ് അവൾ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ, എന്നാൽ സമൂഹത്തിലെ ഓരോ വിഭാഗത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മലാല സംസാരിക്കുന്നത്. തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഓരോ വ്യക്തിയോടും, ഒരുമിച്ച് നിൽക്കാൻ ഓരോ സമൂഹത്തോടും, മുൻഗണനകൾക്ക് മാറ്റം വരുത്താൻ ഭരണവർഗത്തോടും അവൾ ആവശ്യപ്പെടുന്നു. ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാൻ പറ്റിയ വാക്കുകളാണ് 12ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മലാലയുടെ വാക്കുകൾ. ചിറകുകൾ അറുത്തുമാറ്റാൻ ശ്രമിച്ചിട്ടും പുതിയ ചിറകുകൾ മുളച്ച് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്ന് ലോകത്തിനു മാതൃകയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള പാഠഭാഗത്തിന് സ്വപ്നച്ചിറകിൽ എന്ന തലക്കെട്ട് വളരെയധികം യോജിക്കുന്നുണ്ട്. മലാലയുടെ വാക്കുകളുടെ ഉൾക്കാമ്പ് നഷ്ടമാകാത്ത രീതിയിൽ തന്നെ അവരുടെ വാക്കുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഡോക്ടർ ശുഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.